നമസ്കാരം, പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. നോക്കാം തലക്കെട്ടുകൾ. യൂത്ത് കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച്. മന്ത്രി റോഷി അഗസ്റ്റിൻ രാജിവെക്കണമെന്ന ആവശ്യം. ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മന്ത്രി ഓഫീസിലേക്കാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. കൂത്താട്ടുകുളം മണ്ണത്തൂർ പള്ളിത്താഴം റോഡിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് തോട്ടിലേക്ക് വീണു. ഇടിഞ്ഞു വീണത് 20 അടി നീളത്തിൽ സംരക്ഷണ ഭിത്തി, റോഡ് ഉൾപ്പെടെ കാൽനട യാത്രയടക്കം അപകട ഭീതിയിൽ. രാപ്പകൽ സമരം നടത്താൻ കേരള പ്രവാസി സംഘം കോട്ടയം ജില്ലാ കമ്മിറ്റി. പ്രവാസി ക്ഷേമനിധി സംരക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ സാമ്പത്തിക വിഹിതം അനുവദിക്കണമെന്ന ആവശ്യം. വിത്ത് വിതയ്ക്കാൻ കഴിയാതെ ദുരിതത്തിലായി കർഷകർ. 2.25 കോടി രൂപ മുടക്കിയിട്ടും അധികൃതരുടെ അനാസ്ഥയിൽ വഴിമുട്ടുകയാണ് കർഷകർ. ഒരാഴ്ചയ്ക്കുള്ളിൽ വിത്ത് വിതയ്ക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് പാടശേഖര സമിതി നേതാക്കൾ. ഭൂപതിവ് ചട്ട ഭേദഗതിയിൽ മലയോര ജനതയെ വഞ്ചിച്ച മന്ത്രി റോഷി അഗസ്റ്റിൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട യൂത്ത് കോൺഗ്രസ് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മന്ത്രി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. പ്രതിഷേധ മാർച്ചും ധർണയും കോൺഗ്രസ് വക്താവ് സന്ദീപ് വാര്യർ ഉദ്ഘാടനം ചെയ്തു. ബാരിക്കോട് പ്രവർത്തകർ മറിച്ചിട്ട് മന്ത്രിയുടെ ഓഫീസിലേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചത് ചെറിയ സംഘർഷത്തിന് ഇടയായി. അഭിവാദ്യം അർപ്പിച്ച DCC പ്രസിഡന്റ് CP മാത്യു, ജോയി വെട്ടിക്കുഴി, ടോണി തോമസ്, AP ഉസ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു. പ്രകൃതിയോടും വന്യമൃഗങ്ങളോടും മല്ലടിച്ചുകൊണ്ട് അങ്ങേയറ്റം പ്രതികൂലമായ സാഹചര്യത്തിൽ തങ്ങളുടെ ജീവിതവുമായി മുന്നോട്ട് പോകുന്ന ഈ ഇടുക്കി ജില്ലയിലെ ജനസമൂഹത്തെ ഇതുപോലെ അപമാനിക്കുന്ന ഒരു സർക്കാർ ഇതിനു മുമ്പുണ്ടായിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്ത് ന്യായീകരണമാണുള്ളത്. എനിക്ക് തോന്നുന്നത് ഈ പിണറായി വിജയനും ഡൊണാൾഡ് ട്രംപും ഒക്കെ ഒരേ രീതിയിൽ ചിന്തിക്കുന്ന ആളുകളാണ്. തലേ ദിവസം രാത്രി കാണുന്ന സ്വപ്നങ്ങൾ പിറ്റേ ദിവസം അവർ നിയമമാക്കി മാറ്റും. ഇതുപോലെ തന്നെയാണല്ലോ ട്രംപും. അരവട്ടനാണ്. അതേപോലെ തന്നെയാണ് ഇവിടുത്തെ മുഖ്യമന്ത്രി. സാധാരണക്കാരായ മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കുകയല്ലേ. ഞാൻ ചോദിക്കട്ടെ, UDF ഭരിക്കുന്ന കാലത്ത് ഇവിടുത്തെ ജനങ്ങൾക്ക് ഇതുപോലെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട്? കൂത്താട്ടുകുളം മണ്ണത്തൂർ തുരുത്തുമറ്റത്ത് ഭഗവതി ക്ഷേത്രം പള്ളിത്താഴം റോഡിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് തോട്ടിലേക്ക് വീണു. ഇന്നലെ രാവിലെയാണ് സംഭവം നടന്നത്. 50 മീറ്റർ നീളത്തിൽ റോഡിന് വിള്ളൽ രൂപപ്പെട്ടിട്ടുണ്ട്. 20 അടി നീളത്തിലാണ് സംരക്ഷണ ഭിത്തി, റോഡ് ഉൾപ്പെടെ ഇടിഞ്ഞ് തോട്ടിലേക്ക് വീണത്. ക്ഷേത്രത്തിലേക്കും പള്ളിയിലേക്കുമായി നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന വഴിയാണിത്. റോഡ് ഇടിഞ്ഞ് അപകടാവസ്ഥയിലായിരിക്കുകയാണ്. റോഡിലൂടെയുള്ള ഗതാഗതം അപകട ഭീതിയിലാണ്. നമ്മുടെ മണ്ണത്തൂർ തുരുത്തുമറ്റത്തെ ഭഗവതി ക്ഷേത്രം പള്ളിത്താഴം റോഡിന്റെ ഒരു ഭാഗം കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പിൽ ഇടിഞ്ഞ തോട്ടിൽ വീഴുന്ന ഒരു അവസ്ഥ ഉണ്ടായി. ഞങ്ങളിലെ യാത്ര ചെയ്യപ്പോൾ കണ്ടതാണ്. അപ്പോൾ തന്നെ അത് ശ്രദ്ധയിൽപ്പെടുന്നതാണ് നമ്മൾ ഈ കാര്യങ്ങൾ പറയുന്നത്. 100 കണക്കിന് വാഹനങ്ങൾ മണ്ണത്തൂർ സെന്റ് ജോർജ് പള്ളിയിലും തുരുത്തുമറ്റ ക്ഷേത്രത്തിലും അതുപോലെ മണ്ണത്തൂർ ജംഗ്ഷനിലേക്കുള്ള എളുപ്പവഴിയായി ഈ വഴിയിൽ കൂടി യാത്ര ചെയ്യുന്നതാണ്. അത് അധികാരികൾ എത്രയും വേഗം അതിനൊരു പരിഹാരം ഉണ്ടാക്കണമെന്ന് അഭ്യർത്ഥിച്ചു. കാരണം അനേകം വാഹനങ്ങളും സ്കൂൾ കുട്ടികൾ ഉൾപ്പെടെ ഇതിലെ യാത്ര ചെയ്യുന്ന വഴിയാണ്. അത് എത്രയും വേഗം അതിന് പരിഹാരം കണ്ടെത്തി ഭയങ്കര അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. പ്രവാസി ക്ഷേമനിധി സംരക്ഷിക്കാൻ കേന്ദ്ര സർക്കാർ സാമ്പത്തിക വിഹിതം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട രാപ്പകൽ സമരം നടത്താൻ കേരള പ്രവാസി സംഘം കോട്ടയം ജില്ലാ കമ്മിറ്റി. ഒക്ടോബർ 7, 8 തീയതികളിൽ കോട്ടയം BSNL ഓഫീസിന് മുന്നിലാണ് സമരം. അംഗങ്ങളുടെ അംശാദായവും സംസ്ഥാന സർക്കാർ നൽകുന്ന വാർഷിക ഗ്രാന്റുമാണ് നിലവിൽ പ്രവാസി ക്ഷേമനിധിയുടെ വരുമാനം. ക്ഷേമനിധി സംരക്ഷിക്കുവാൻ കേന്ദ്ര സർക്കാർ സാമ്പത്തിക വിഹിതം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കേരള പ്രവാസി സംഘം സംസ്ഥാന വ്യാപകമായി നടത്തുന്ന സമരപരിപാടികളുടെ ഭാഗമായിട്ടാണ് ഒക്ടോബർ 7, 8 തീയതികളിൽ കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോട്ടയം BSNL ഓഫീസിന് മുൻപിൽ സമരം നടത്തുന്നത്. സമരത്തിന്റെ പ്രചരണാർത്ഥം സംഘടിപ്പിച്ച വാഹന പ്രചരണ ജാഥ ചങ്ങനാശ്ശേരിയിൽ സമാപിച്ചു. സമാപന സമ്മേളനം CPM ചങ്ങനാശ്ശേരി ഏരിയ സെക്രട്ടറി KD സുഗതൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തെ ഇന്ന് കാണുന്ന ഈ സാമ്പത്തിക ഭദ്രതയ്ക്കും കേരളീയ സമൂഹത്തിന്റെ ലോകത്തിനും ഇന്ത്യക്കും മാതൃകയായി ഈ കേരളീയ സമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വിദേശ മലയാളികളും പ്രവാസികളും വഹിച്ച പങ്ക് വലിയതാണ്. ആ പ്രവാസികൾ നാട്ടിൽ വരുമ്പോൾ
വിവിധ ഘട്ടങ്ങളിലായിട്ട് ഒന്നേൽ ജോലി നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ രോഗം ബാധിച്ച്, അല്ലെങ്കിൽ വീട്ടിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയെല്ലാം നാട്ടിൽ വന്ന് ജീവിക്കുന്ന കാലഘട്ടത്തിൽ ആ പ്രവാസ ജീവിതത്തിൽ അവർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കപ്പെടുന്നതിനും അവർക്ക് വിവിധ സംരംഭങ്ങൾ തുടങ്ങുന്നതിനും സംസ്ഥാന ഗവൺമെന്റ് വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുമ്പോൾ ആ നടപടികൾക്കെല്ലാം വിരുദ്ധമായിട്ടാണ് കേന്ദ്ര ഗവൺമെന്റ് അതിന്റെ നിയമനിർമ്മാണം നടത്തുമ്പോഴും പ്രവാസികൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലാണ്. പ്രവാസി സംഘം ചങ്ങനാശ്ശേരി ഏരിയ പ്രസിഡന്റ് ഷാജു ടി എ അധ്യക്ഷനായിരുന്നു. ജില്ലാ പ്രസിഡന്റ് അനിൽ ശ്രായി, ഏരിയ സെക്രട്ടറി അനീസ് ടി, ജാഥ അംഗങ്ങളായ ഫാത്തിമ ഇബ്രാഹിം, എം ഇസ്മായിൽ, രാജേഷ് സി കെ, ഷിൻസ് തോമസ്, രാധിക രാജൻ, സെബാസ്റ്റ്യൻ ആന്റണി എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ചങ്ങനാശ്ശേരി. $2.25 കോടി മുടക്കിയിട്ടും വിത്ത് വിതയ്ക്കാൻ പറ്റാതെ കടുത്തുരുത്തി പഞ്ചായത്തിലെ നെൽ കർഷകർ ദുരിതത്തിൽ. സെപ്റ്റംബർ 5-ന് വിതയ്ക്കാൻ തയ്യാറെടുത്തിരുന്ന കർഷകർ ഇനിയും ഒരാഴ്ചത്തേക്ക് കാത്തിരിക്കുകയാണ്. ഉദ്യോഗസ്ഥർ ഉരുണ്ട് കളിക്കുന്നതായി ആക്ഷേപം ഉയരുന്നുണ്ട്. 2016-ൽ തരിശുനില വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി പഞ്ചായത്ത് ഏറ്റെടുത്ത് 250ഓളം ഏക്കർ കൃഷി ചെയ്യുന്ന മധുരവേലി പടിഞ്ഞാറേപ്പുറം പാടശേഖരത്തിൽ കൃഷിവകുപ്പിന്റെ സാമ്പത്തിക സഹായത്തോടുകൂടി $2.25 കോടി മുടക്കി ട്രാൻസ്ഫോർമർ, പമ്പ് സെറ്റ്, പുറംബണ്ട് എന്നിവ നിർമ്മിച്ചുവെങ്കിലും കൃഷിസ്ഥലത്തു നിന്നും വോൾട്ടേജ് ഇല്ലാത്തതുമൂലം വെള്ളം വറ്റിക്കാൻ കഴിയാതെ കർഷകർ നട്ടം തിരിയുകയാണ്. മധുരവേലി പടിഞ്ഞാറേപ്പുറം പാടശേഖരം 2016-ൽ തരിശ് നില വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി പഞ്ചായത്ത് ഏറ്റെടുത്ത് കൃഷി ചെയ്ത സ്ഥലമാണ്. അതിനാണ് ഇവിടെ ട്രാൻസ്ഫോമർ സ്ഥാപിച്ചു, അവിടെ പമ്പ് ഹൗസ് സ്ഥാപിച്ചു. 2,14,00,000 രൂപ പുറബണ്ടിനും എല്ലാത്തിനും അനുവദിച്ച ഒരു പാടശേഖരമാണ്. ഇപ്പോൾ കറണ്ട് പോലും കിട്ടുന്നില്ല, പാടത്ത് കൃഷി ചെയ്യാൻ സാധിക്കുന്നില്ല, വെള്ളം പറ്റുന്നില്ല. ഇത് മോട്ടോർ ഓൺ ചെയ്യുന്നു, മോട്ടോർ ഓൺ ചെയ്യുമ്പോൾ വെള്ളം എടുക്കും, വെള്ളം എടുക്കുന്ന വഴി വോൾട്ടേജ് പുറകോട്ട് പോകും, ഒരു ഫേസിലെ വോൾട്ടേജ് അങ്ങ് പോവുകയാണ്. അതിനുശേഷം മോട്ടോർ പിന്നെ എടുക്കില്ല, വെള്ളം എടുക്കും, പരിപാടി കഴിഞ്ഞു. ഇത് തന്നെ അവസ്ഥ. ഇലക്ട്രിസിറ്റി ബോർഡിൽ പറഞ്ഞു കൊടുത്തു, മെക്കാനിക്ക് വന്ന് എല്ലാ പ്രാവശ്യവും അവരുമായിട്ട് ഒരുമിച്ച് സംഭവമൊക്കെ നടക്കുന്നില്ല. എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ അടുത്ത് പോയി കണ്ടു, എയിനെ പോയി കണ്ടു, ഒന്നും നടന്നില്ല. സെപ്റ്റംബർ 5-ന് വിതയ്ക്കാൻ തയ്യാറെടുത്തിരുന്ന കർഷകർ ഇനിയും ഒരാഴ്ചത്തേക്ക് കാത്തിരിക്കുകയാണ്. പകൽ മുഴുവൻ വോൾട്ടേജ് ഇല്ലാതെ വെള്ളം വറ്റിക്കാൻ കഴിയാതെ വന്നതോടെ MLA, കളക്ടർ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് ഉൾപ്പെടെ പരാതി നൽകി കാത്തിരിക്കുകയാണിവർ. അസിസ്റ്റന്റ് എഞ്ചിനീയറും ലൈൻമാനും ഉൾപ്പെടെ പറയുന്നത് മോട്ടോർ തകരാറിലാണെന്നാണ്. മോട്ടോർ ടെക്നീഷ്യൻ പറയുന്നത് വോൾട്ടേജ് കുറവ് മൂലം വെള്ളം നിന്നു പോകുന്നതാണെന്നാണ്. വളരെയധികം സാമ്പത്തികം മുടക്കി കൃത്യമായി കൃഷി ഇറക്കിയിട്ട് പോലും നെല്ല് വിൽക്കുവാനോ വിറ്റ നെല്ലിന്റെ പൈസ കിട്ടാതെ നട്ടം തിരിയുന്ന കർഷകരോടുള്ള വെല്ലുവിളി അവസാനിപ്പിച്ച് പരിഹാരം കണ്ടെത്തണമെന്നും ഒരാഴ്ചയ്ക്കുള്ളിൽ വിത്ത് വിതയ്ക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് പാടശേഖര പ്രസിഡന്റ് KC രഘുവരൻ, സെക്രട്ടറി സിറിയക് ജോസഫ് ഉൾപ്പെടെയുള്ള കമ്മിറ്റി അംഗങ്ങൾ ദൃശ്യാന്യൂസിനോട് പറഞ്ഞു. സെപ്റ്റംബർ 5-ാം തീയതി മധുരവേലി പടിഞ്ഞാറേപ്പുറം പാടത്ത് പുഞ്ചകൃഷി ഇറക്കുന്നതിന് വേണ്ടിയിട്ട് പമ്പിങ് തുടങ്ങി. അവിടെ സ്ഥിതി ചെയ്യുന്ന 2 പമ്പ് ഹൗസാണ്. ഒന്ന് 50 ഹോഴ്സ് പവറിൻ്റെ, ഒന്ന് 30-ൻ്റെ. 30 ഹോഴ്സ് പവറിൻ്റെ പമ്പ് വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൃഷി വകുപ്പിൻ്റെ സാമ്പത്തിക സഹായത്തോടു കൂടി ട്രാൻസ്ഫോർമർ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ പുലുത്തുരുത്തെ മോട്ടറിലേക്ക് പോകുന്ന കണക്ഷൻ ഇത് തന്നെയാണ്. എന്നാൽ ഇത് പമ്പിങ് തുടങ്ങിയതിന് ശേഷം എന്ന് പറയുന്നത് നാളെ ഇതുവരെ പൂർണ്ണമായിട്ട് ഈ 30-ൻ്റെ പമ്പ് പൂർണ്ണമായിട്ട് നടത്താനായിട്ട് സാധിച്ചിട്ടില്ല. രാത്രി 10 മണി മുതൽ വെളുപ്പിന് 5 മണി വരെയും നടത്തുന്നതിന് യാതൊരു കുഴപ്പമില്ല. അതിനുശേഷം കറണ്ടിൻ്റെ വോൾട്ടേജ് വേരിയേഷൻ്റെ അടിസ്ഥാനത്തിൽ നിന്ന് പോവുകയാണ്. ആ സമയത്ത് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ മോട്ടർ ഓണാക്കുമ്പോൾ കുറേ വെള്ളം തള്ളും, പിന്നീട് നിന്ന് പോകുന്നു. ആ സ്ഥിതി മാറ്റി എടുത്തെങ്കിൽ മാത്രമേ പുഞ്ചകൃഷി കൃത്യസമയത്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഞങ്ങൾ വെതർ ഡേറ്റ് നിശ്ചയിച്ചിരുന്നു. വെള്ളം പറ്റാഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ഒരാഴ്ച കൂടി നീട്ടിവെച്ചിരിക്കുകയാണ്. വെത മുൻപോട്ട് പോയി കഴിഞ്ഞാൽ കൃഷിക്കാർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകും. ഇത് പരിഹരിച്ചു തരുന്നതിന് വേണ്ടിയിട്ട് സെക്രട്ടറി, പ്രസിഡന്റ്, കമ്മിറ്റിക്കാരെല്ലാവരും നിരന്തരം ഇലക്ട്രിസിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയറെ പോയി കാണുകയും അതുപോലെ തന്നെ കളക്ടർക്ക് പരാതി കൊടുത്തു. കഴിഞ്ഞ ദിവസം എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിൽ പോയി പരാതി കൊടുത്തു. അവർ പറയുന്നതിനകത്ത് പരിഹരിച്ചു തരാം. പക്ഷേ എയുടെ ഓഫീസ് എന്ന് പറയുന്നതും ലൈൻമാൻമാർ പറയുന്നതിനകത്ത് അവരുടെ ഭാഗമല്ല, മോട്ടറിൻ്റെ ഭാഗമാണ്. മോട്ടറിൻ്റെ മെക്കാനിക്കൽ സിസ്റ്റം അവർ വന്ന് നോക്കിക്കഴിയുമ്പോൾ കമ്പനിക്കാർ വന്ന് നോക്കിയിട്ട് അവർക്ക് യാതൊരു കുഴപ്പമില്ല, അവരുടെ മോട്ടറിന് യാതൊരു തരാറില്ല. കറണ്ട് ഏറ്റക്കുറച്ചിലിൻ്റെ അടിസ്ഥാനത്തിലാണ് പമ്പ് കൃത്യമായി നടക്കാത്തതെന്നാണ് പറയുന്നത്.
രാത്രി 10 മണി മുതൽ 5 മണി വരെ നടത്തുന്നതിന് യാതൊരു തടസ്സവും. അപ്പം മോട്ടറിൽ തകരാറല്ലോ, കറണ്ടിൻ്റെ കുഴപ്പമാണല്ലോ, അത് പരിഹരിച്ച് തരാൻ പറഞ്ഞു കഴിയുമ്പോൾ അവർ പറയുന്നതിന് എത്തുന്ന വോൾട്ടേജ് ക്ഷാമം പരിഹരിക്കുന്നതിനായിട്ട് ഓരോ മോട്ടർ നടത്താനായിട്ടാണ് പറയുന്നത്. ഇത് കൃഷി വകുപ്പിൻ്റെ സാമ്പത്തിക സഹായത്തോട് സ്ഥാപിച്ച മോട്ടർ പൂർണ്ണമായിട്ട് മധുരവേലി പടിഞ്ഞാറേപ്പുറം പാടത്തിൻ്റെ കൃഷി നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യം സൃഷ്ടിച്ചു തരണമെന്ന് ആണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, വൈക്കം. കോട്ടയം നഗരസഭയിൽ നിന്ന് 3 ദിവസം കൊണ്ട് കിട്ടേണ്ട ഡെപ്പോസിറ്റ് തുക 74 ദിവസത്തിന് ശേഷം കിട്ടിയപ്പോൾ മധുരം വിതരണം ചെയ്ത മധുര പ്രതികാരവുമായി മുൻ ജീവനക്കാരൻ. പഞ്ചായത്ത് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ജൂനിയർ സൂപ്രണ്ടായി വിരമിച്ചയാളാണ് അപേക്ഷകൻ. ഓഡിറ്റോറിയം വാടകയ്ക്കെടുക്കുമ്പോൾ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് നൽകിയിരുന്നു. ഡെപ്പോസിറ്റ് തുക തിരികെ കിട്ടാനാണ് അപേക്ഷ നൽകിയത്. എന്നാൽ 3 അല്ല 30 ദിവസം കഴിഞ്ഞിട്ടും നടപടിയുണ്ടായില്ല. ജോയിന്റ് ഡയറക്ടർക്ക് പരാതി നൽകി. 73-ാം ദിവസമാണ് പരാതി നൽകിയത്. പിറ്റേ ദിവസം പണം കിട്ടുകയും ചെയ്തു. പിന്നാലെയാണ് മികച്ച പ്രകടനം കാഴ്ചവെച്ച ഉദ്യോഗസ്ഥർക്ക് ലഡു നൽകണമെന്ന് പറഞ്ഞ അപേക്ഷകൻ നഗരസഭയിൽ പ്രതിഷേധവുമായി എത്തിയത്. മറ്റു പലർക്കും സമാന അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളതായും പറയുന്നു. ഞാൻ 2025 ജൂലൈ മാസം 12-ാം തീയതി എൻ്റെ മോളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് ഇവിടെ ഈ മുനിസിപ്പാലിറ്റിയുടെ ഉടമസ്ഥതയിലുള്ള മാമാമ്പള ഹാള് ബുക്ക് ചെയ്തിരുന്നു. അത് ജൂലൈ 12-ാം തീയതി വിവാഹത്തിന് ശേഷം 10,000 രൂപ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് വെക്കേണ്ടതുണ്ടല്ലോ. ആ 10,000 രൂപ തിരിച്ചു കിട്ടാനായിട്ട് വൗച്ചറുകളും അനുബന്ധ രേഖകളും ഞാൻ ജൂലൈ 21-ാം തീയതി ഈ ഓഫീസിൽ സമർപ്പിച്ചു. അതിനുശേഷം ഞാൻ 71 ദിവസം ഈ ഓഫീസ് കയറി ഇറങ്ങുമ്പോൾ എനിക്ക് അത് എവിടെ ഏത് ഡെസ്കിലാണ് അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് പോലും അവർ പറയുന്നില്ല. ആ സാറില്ല, ഈ സാറില്ല, അക്കൗണ്ടൻ്റ് ഇല്ല, സെക്രട്ടറി ഇല്ല എന്ന് പറഞ്ഞ് 71-ാമത്തെ ദിവസം ഞാൻ ജോയിൻറ്റ് ഡയറക്ടർക്ക് പരാതി കൊടുക്കുന്നു ഫോണിലൂടെ. അദ്ദേഹം പറയുന്നു, അയ്യോ 3 ദിവസം കൊണ്ട് കിട്ടേണ്ട ഡെപ്പോസിറ്റ് എണ്ണത്തിന് ഇവർക്ക് ഇത്രയും ദിവസം എടുക്കുന്നതെന്ന് അദ്ദേഹം അത്ഭുതപ്പെടുന്നു. അദ്ദേഹം ഇടപെടുന്നു. എനിക്ക് മിനിയാന്ന്, അതായത് 74-ാമത്തെ ദിവസം വൈകുന്നേരം 5 മണിയാകുമ്പോൾ ആ 10,000 രൂപ കിട്ടി. ഈരാറ്റുപേട്ട KSRTC ഡിപ്പോയിലെ കംഫർട്ട് സ്റ്റേഷൻ പൂട്ടിയതോടെ യാത്രക്കാരും ജീവനക്കാരും ദുരിതത്തിൽ. ടോയ്ലറ്റിനായി പുതിയ സെപ്റ്റിക് ടാങ്ക് നിർമ്മിച്ചെങ്കിലും പണികൾ പൂർത്തിയാക്കിയിട്ടില്ല. ഈരാറ്റുപേട്ട KSRTC ബസ് സ്റ്റാൻഡിലെ കംഫർട്ട് സ്റ്റേഷൻ പൂട്ടിയതോടെ ഇവിടെ എത്തുന്ന യാത്രക്കാരും ജീവനക്കാരും വളരെയധികം ദുരിതത്തിലാണ്. പുതുതായി ടോയ്ലറ്റിനുള്ള കുഴികൾ നിർമ്മിച്ചെങ്കിലും അതിന്റെ പണികൾ പൂർത്തിയാക്കിയിട്ടില്ല. ഇപ്പോൾ ആകട്ടെ ടാങ്കിൽ നിന്നുള്ള പൈപ്പുകൾ ബ്ലോക്കുമാണ്. ദിനംപ്രതി ആയിരക്കണക്കിന് ആളുകൾ വന്നു പോകുന്ന ഈരാറ്റുപേട്ട KSRTCയിലെ കംഫർട്ട് സ്റ്റേഷൻ പൂട്ടിയിട്ട് ദിവസങ്ങളായി. ടോയ്ലറ്റിലെ പൈപ്പ് ബ്ലോക്ക് ആയതോടെയാണ് യാത്രക്കാരുടെയും ജീവനക്കാരുടെയും ഉപയോഗത്തിനായുള്ള 2 ടോയ്ലറ്റുകൾ പൂട്ടിയത്. യാത്രക്കാർ നിരവധി തവണ അധികാരികളുടെ മുമ്പിൽ വിഷയം അവതരിപ്പിച്ചെങ്കിലും നടപടികൾ ഉണ്ടായില്ല. എന്നാൽ വർക്ക് കോൺട്രാക്ട് എടുത്ത കോൺട്രാക്ടർ അനുകൂലമായ നടപടികൾ സ്വീകരിച്ചിട്ടില്ലെന്ന് അധികാരികൾ പറയുന്നു. കോൺട്രാക്ടർക്ക് മുഴുവൻ പണവും നൽകുകയും ചെയ്തെങ്കിലും ഫോൺ പോലും എടുക്കാത്ത സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത്. ഈരാറ്റുപേട്ട KSRTC ഡിപ്പോയിലെ ജനറൽ കൺട്രോളിംഗ് ഇൻസ്പെക്ടറായുള്ള മോഹൻദാസ് സാറാണ് എന്നോടൊപ്പം ചേരുന്നത്. സാർ, ഇവിടെ ദുരിതപൂർണ്ണമായിട്ടുള്ള ഒരു അനുഭവമാണ് ഇവിടെ ഉള്ളത്. യാത്രക്കാരുൾപ്പെടെ ഒരുപാട് പേര് നമ്മളുമായിട്ട് സംസാരിച്ച് പരാതിപ്പെടുകയുണ്ടായി. ടോയ്ലറ്റിലെ ഗന്ധം കാരണം ഇവിടെ ഇരിക്കാൻ പറ്റത്തില്ല. പിന്നെ ജീവനക്കാർക്കും യാത്രക്കാർക്കും പോകേണ്ട ടോയ്ലറ്റ് പൂട്ടിയിട്ടിരിക്കുകയാണ്. എന്താണ് അവസ്ഥ? അതായത് നമ്മളിപ്പോൾ പുതിയതായിട്ട് ഇത് കിഴക്ക് പൈസ പൊട്ടി ഒഴിയപ്പോഴത്തേക്ക് പുതിയ ഫണ്ട് അനുവദിച്ച് ഇവിടെ പുതിയൊരു ടാങ്ക് പണിഞ്ഞ് റെഡിയാക്കി. പക്ഷേ അതിൻ്റെ പുതിയ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞപ്പം അത് ഈ നടുഭാഗം പൊട്ടി വീണ്ടും വെള്ളം ഇതായി. അപ്പോൾ അത് കാരണമാണ് നമ്മളിപ്പോൾ ഇത് മേളിലത്തെ ജീവനക്കാർ ഉൾപ്പെടെ ഇത് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് കാരണം ഇത് ഈ പൊതുജനങ്ങൾ ഉപയോഗിക്കുന്ന ഈ ടാങ്കും നിറഞ്ഞ് കയറാൻ വയ്യാത്തൊരവസ്ഥയിൽ നിൽക്കുക. അപ്പോൾ അതുകൊണ്ട് അത് ബ്ലോക്ക് ചെയ്തിരിക്കുക. അപ്പോൾ ഇത് ഒരെണ്ണത്തല്ല ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ദിനംപ്രതി നിരവധി ആളുകളാണ് ഇവിടെ വന്നു പോകുന്നത്. അപ്പം അത് ശരിക്കും ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടല്ലേ അവർക്ക് കൊടുക്കുന്നത്? അതെ, ഇപ്പോൾ എന്ത് ചെയ്യാനാണ്? ഇപ്പം നമ്മൾ ഇതിന് മുന്നേ ഇത് പണി നടന്നുകൊണ്ടിരിക്കുമ്പോൾ മേളിലാണ് കൊടുത്തുകൊണ്ടിരുന്നത്. പമ്പിൻ്റെ അവിടെ ജീവനക്കാരുണ്ട്, അവിടെ ഉപയോഗിക്കുമായിരുന്നു. പക്ഷേ ഈ ആൾക്കാർ വന്ന് ഇതിനകത്ത് പറമ്പെല്ലാം വളരെ മോശമായ രീതിയിൽ ചെയ്യുക. അപ്പോൾ ഏതായാലും ഇത് തുടങ്ങി വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പോൾ ഇത് വീണ്ടും പഴയ പോലെ ആയി. ഇത് ഒരു കോൺട്രാക്ട് നടപ്പിലാക്കിയത് കുറച്ച് നാളുകൾക്ക് മുമ്പാണ്. കോൺട്രാക്ടറുമായിട്ട് ബന്ധപ്പെട്ടിരുന്നോ? കോൺട്രാക്ടറെ വിളിച്ചു. അപ്പോൾ ഈ ഒരു 4 ദിവസമായിട്ട് ഇപ്പോൾ ഇത് വിവരം പറയാൻ നോക്കിയിട്ട് അയാൾ വരുന്നില്ല. അയാളുടെ ഫോൺ നഷ്ടപ്പെട്ടെന്നാണ് ഇപ്പോൾ അറിയുന്നത്. അപ്പം ബഹുമാനപ്പെട്ട ATO സാറിനോട് നമ്മൾ ധരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫോൺ നഷ്ടപ്പെട്ടെന്ന് പറയുന്നു. പക്ഷേ അയാൾ ഇതുവരെ ഇങ്ങനെ വന്നിട്ടില്ല. ഇത് മൂടാനും ഉണ്ട്. അപ്പോൾ പബ്ലിക്കിന് വളരെ പ്രശ്നം, ഇവിടെ ഇരിക്കാൻ വയ്യാത്തൊരവസ്ഥയല്ലേ ഇപ്പം വേണം. ഇവിടെ എനിക്കൊന്ന് അപ്പോൾ ഫണ്ടും കാര്യങ്ങളെല്ലാം മുഴുവൻ കൊടുക്കുകയും ചെയ്തിട്ടുണ്ടോ? ഫണ്ട് സൂപ്രണ്ട് മൊത്തം പൈസയും കൊടുത്തുകൊണ്ട് ഇപ്പം വേറൊരു പാർട്ടിയെ വിളിച്ച് ജയിപ്പിക്കാനും വയ്യാത്തൊരവസ്ഥയില്ല. പൈസ മൊത്തം പോയല്ലോ. അല്ല പിന്നെ ശകലവിലും പൈസ പിടിച്ചിട്ടായിരുന്നെങ്കിൽ നമുക്ക് വേറെ തേർഡ് പാർട്ടിയെ കൊണ്ടല്ല ഇത് മൂടാനുള്ള സൗകര്യം അല്ല എന്തെങ്കിലും ചെയ്യുമായിരുന്നു. ഇതിപ്പോൾ അതും പറ്റിയല്ല, പൈസ മൊത്തം കൊടുക്കുക. ഇനി വേറെ ഫണ്ട് ഇല്ല താനും. ശരിക്കും എഗ്രിമെൻറ്റ് പേരിൽ അല്ലെങ്കിൽ കോൺട്രാക്ട് ഇതിനകത്തുള്ളതാണ് ഈ മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഉള്ളതല്ലേ? ഫുള്ള് ചെയ്യണമല്ലോ. പിന്നെ ചെയ്യാമെന്നും പറഞ്ഞ് ഇദ്ദേഹം പോയതാണ്. പിന്നെ ഇതുവരെ വന്നിട്ടില്ല, വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. ടോയ്ലറ്റിൽ മാലിന്യം നിറഞ്ഞതോടെ ഇവിടെ എത്തുന്ന യാത്രക്കാർക്ക് മൂക്കുപൊത്തിയിരിക്കേണ്ട അവസ്ഥയാണ് ഉള്ളത്. മാരക രോഗങ്ങൾ ഉൾപ്പെടെ പടർന്നു പിടിക്കാനുള്ള സാധ്യതയും ഏറെയാണ്.
നിലവിലുണ്ടായിരുന്ന സെപ്റ്റിക് ടാങ്ക് നിറഞ്ഞ് പുറത്തേക്കൊഴുകുന്ന സ്ഥിതിവിശേഷവുമുണ്ട്. ഇതിൽ ചവിട്ടി വേണം യാത്രക്കാർക്ക് സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കുവാൻ. പുതിയ സെപ്റ്റിക് ടാങ്ക് നിർമ്മിച്ചെങ്കിലും ഇപ്പോഴും മണ്ണിട്ട് മൂടാത്ത അവസ്ഥയാണ് ഉള്ളത്. പ്രശ്നത്തിൽ അടിയന്തര നടപടി ഉണ്ടാവണം എന്ന ആവശ്യം ശക്തമാവുകയാണ്. ഈരാറ്റുപേട്ട KSRTC ബസ് സ്റ്റാൻഡിൽ ഒരു നിമിഷം ഇരിക്കണമെങ്കിൽ മൂക്ക് പൊത്തണം. അതേ അവസ്ഥയിലാണ് ഈരാറ്റുപേട്ട ബസ് സ്റ്റേഷനിലെ കംഫർട്ട് സ്റ്റേഷൻ ഉള്ളത്. നിലവിൽ അടച്ചിട്ടിരിക്കുകയാണ്. എത്രയും വേഗം അധികാരികളുടെ ഭാഗത്തുനിന്നും അടിയന്തര ശ്രദ്ധയുണ്ടാവണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. നെൽസൺ മാന്തിരത്തിക്കൊപ്പം തരുൺ സെബാസ്റ്റ്യൻ, ദൃശ്യ ന്യൂസ്. അടിയന്തര സാഹചര്യങ്ങൾ ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ എമർജൻസി റെസ്പോൺസ് ടീമിനെ സജ്ജരാക്കി നെടുങ്കുന്നം ഗ്രാമപഞ്ചായത്ത്. ERT അംഗങ്ങളായ 74 പേർക്ക് 2 ദിവസത്തെ പരിശീലനം നൽകി. പ്രകൃതിക്ഷോഭം മുതൽ പെട്ടെന്നുള്ള അപകടങ്ങൾ വരെയുള്ള അടിയന്തര സാഹചര്യങ്ങൾ ഫലപ്രദമായി കൈകാര്യം ചെയ്യുവാനുള്ള ദൗത്യമാണ് എമർജൻസി റെസ്പോൺസ് ടീം അഥവാ അടിയന്തര പ്രതികരണ സംഘം ഏറ്റെടുക്കുന്നത്. നെടുങ്കുന്നം ഗ്രാമപഞ്ചായത്ത് 2025-2026 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നെടുങ്കുന്നത്തെ എമർജൻസി റെസ്പോൺസ് ടീമിന് 2 ദിവസത്തെ പരിശീലനം നൽകിയത്. അടിയന്തര സാഹചര്യങ്ങളിൽ നൽകുവാനുള്ള പ്രഥമ ശുശ്രൂഷ, CPR, ഫയർ ആൻഡ് റെസ്ക്യൂ, വാട്ടർ റെസ്ക്യൂ, കമാൻഡോ നെറ്റ്, കയാക്കിംഗ്, കൊറാക്കിൾ എന്നീ വിഭാഗങ്ങളിലാണ് പരിശീലനം സംഘടിപ്പിച്ചത്. നെടുങ്കുന്നം ഗ്രാമപഞ്ചായത്തിലെ ERT അംഗങ്ങളായ 74 പേർ പരിശീലനത്തിൽ പങ്കെടുത്തു. പഞ്ചായത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരമൊരു പരിശീലനം സംഘടിപ്പിച്ചത്. പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനവും സർട്ടിഫിക്കറ്റ് വിതരണവും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രാജമ്മ രവീന്ദ്രൻ നിർവഹിച്ചു. രൂപ വകയിരുത്തിക്കൊണ്ടാണ് ഈ പ്രോജക്റ്റ് നമ്മളൊരു ഏജൻസിയെ വെച്ച് ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ നാളുകളെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ കോവിഡ് മഹാമാരി, അതോടൊപ്പം തന്നെ പ്രളയം, ഇതൊക്കെ നമ്മൾ നനച്ചിരിക്കാത്ത നേരത്ത് നമ്മളിലേക്ക് പെട്ടെന്ന് കയറി വന്ന സാഹചര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, പകച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായെങ്കിൽ പോലും അതിനെയൊക്കെ നമ്മൾ അതിജീവിച്ചു പോയി. ഇനി ഏത് സാഹചര്യമാണ് ദുരന്തം, ഏത് രീതിയിലാണ് നമ്മൾ അഭിമുഖീകരിക്കുന്നത് അറിയാൻ സാധിക്കാത്ത ഒരു അവസ്ഥയുള്ളതുകൊണ്ട് മാത്രം ഏത് രീതിയിൽ ഏത് ദുരന്തം വന്നാലും, അത് നമ്മൾ പ്രകൃതിയാകട്ടെ അല്ലാതെയാകട്ടെ, ഏതൊക്കെ രീതിയിലുള്ള ദുരന്തങ്ങൾ വന്നാലും അതിനെ ഏത് രീതിയിൽ പ്രതിരോധിക്കണം എന്നതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ട്രെയിനിങ്ങാണ് ഈ 2 ദിവസം നടത്തിയത്. ഫസ്റ്റ് ദിവസം നമ്മൾ സെൻറ്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നടത്തിയത്. അവിടുത്തെ പ്രിൻസിപ്പൾ ബഹുമാനപ്പെട്ട ഡൊമിനിക് ജോസഫ് സാറ്, SPC, NSS, മറ്റ് അധ്യാപകരെ, മറ്റ് കുട്ടികളെല്ലാം കൂടെ ചേർന്ന് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ദിവസം അവിടെ പ്രോഗ്രാം നടത്തി. അതിനുശേഷം 2ാമത്തെ ദിവസം അവിടെ തുടങ്ങി അവസാനം ഈ കൊഴുങ്ങാലി ചിറയുടെ ഭാഗത്ത് വന്ന് നമ്മൾ അവസാനമായിട്ടുള്ള പ്രോഗ്രാം നടത്തി. അത് വൈസ് പ്രസിഡന്റ് VM ഗോപകുമാർ അധ്യക്ഷനായിരുന്നു. വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീന വർഗീസ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മാത്യു വർഗീസ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മേഴ്സി റെൻ, റോയി നെച്ചുകാട്, സെക്രട്ടറി ഷിജുകുമാർ C. തലനാട്, ടെൻഡിംഗ് നേച്ചർ ആൻഡ് അഡ്വഞ്ചർ ക്ലബ്ബ് സെക്രട്ടറി അബ്ദുൾ റഹീം, പെരുമന വാട്ടർ സ്പോർട്സ് ട്രെയിനി ബിനു മൈക്കിൾ, കില ഫാക്കൽറ്റി ഡെയ്സി തോമസ്, ഷീജ TA എന്നിവർ പ്രസംഗിച്ചു. ദുരന്ത നിവാരണ ലഘൂകരണ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് എല്ലാ ഗ്രാമപഞ്ചായത്തിൻ്റെയും പദ്ധതിയിൽ പെടുത്തിക്കൊണ്ട് എല്ലാ വർഷവും നടത്തേണ്ട ഒരു പ്രോഗ്രാമാണ്. അതായത് 994 ഗ്രാമപഞ്ചായത്തുകളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലുമായിട്ട് ഇത് നടപ്പാക്കുന്നത് കേരള ഗവൺമെൻറ്റിൻ്റെ പ്രത്യേക ഓർഡിനൻസ് ഉണ്ട്, അല്ലെങ്കിൽ അതിനുള്ള സർക്കുലറുണ്ട്. അത് പ്രകാരമാണ് ചെയ്യുന്നത്. ഒരു അപകടം ഉണ്ടാകുമ്പോൾ തദ്ദേശീയരായ ആളുകളാണ് ആദ്യം അവിടെ ചെല്ലുക. അവർക്ക് എന്തെങ്കിലും ചില കാര്യങ്ങൾ അറിയാമെങ്കിൽ മാത്രമേ ദുരന്ത നിവാരണ പ്രവർത്തനം എളുപ്പത്തിൽ സാധിക്കുകയുള്ളൂ. അതിനുള്ള ഒരു പ്രാരംഭ പരിശീലനമാണ് നടപ്പാക്കിയത്. സർക്കാരിൻ്റെ നിർദ്ദേശം അനുസരിച്ചാണ് ഇക്കാര്യങ്ങൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ടെക്നിക്കൽ സപ്പോർട്ട് നടത്തുന്നത് ടെൻഡിംഗ് നേച്ചർ ആൻഡ് അഡ്വഞ്ചർ ക്ലബ്ബ് തലനാടാണ്. അവർ IAG അംഗങ്ങളുമാണ്. ന്യൂസ് ബ്യൂറോ, ചങ്ങനാശ്ശേരി. ഇടുക്കി ഹൈറേഞ്ചിൽ റംബൂട്ടാൻ കൃഷിയിൽ വിജയം കൊയ്യുന്ന കർഷകനാണ് കമ്പിളിക്കണ്ടം സ്വദേശി ഷിബു ചേലമലി. 3 ഏക്കർ സ്ഥലത്താണ് ഇദ്ദേഹത്തിന് റംബൂട്ടാൻ കൃഷിയുള്ളത്. 15 വർഷം മുമ്പാണ് ഷിബു റംബൂട്ടാൻ കൃഷിയിലേക്ക് കടന്നത്. റംബൂട്ടാൻ കൃഷിയിൽ ശ്രദ്ധേയനാവുകയാണ് കൊന്നത്തടി പഞ്ചായത്തിലെ തെള്ളിത്തോട് സ്വദേശി ഷിബു ചേലമലയിൽ.
വിവിധ പഴവർഗ്ഗങ്ങൾ കൃഷി ചെയ്യുന്ന ഷിബു 15 വർഷം മുമ്പാണ് റംബൂട്ടാൻ കൃഷിയിലേക്ക് കടന്നത്. ഹോം ഗ്രൗണ്ടിൽ നിന്ന് വാങ്ങിയ തൈകൾ നട്ടായിരുന്നു കൃഷിയുടെ തുടക്കം. ഇപ്പോൾ 3 ഏക്കർ സ്ഥലത്ത് റംബൂട്ടാൻ കൃഷി നടത്തുന്നു. അതിനാൽ കൃഷി ലാഭകരമാകാൻ കഴിയുന്നു. കേരളത്തിലെ സമതല മേഖലകളിൽ പ്രത്യേകിച്ച് ലോ റേഞ്ചിൽ സീസൺ അവസാനിച്ചു കഴിഞ്ഞാണ് ഹൈ റേഞ്ചിൽ റംബൂട്ടാൻ സീസൺ ആരംഭിക്കുന്നത്. അതിനാൽ മെച്ചപ്പെട്ട വില ലഭിക്കുന്നു എന്നതും ഈ കർഷകന് സന്തോഷം പകരുന്നു. ചിട്ടയായി പരിപാലിച്ചാൽ, പ്രത്യേകിച്ച് ജൈവ രീതിയിലുള്ള പരിപാലനം കൊണ്ട് റംബൂട്ടാൻ കൃഷിയിൽ വിജയം നേടാമെന്ന് ഈ കർഷകൻ പറയുന്നു. ഞാൻ ഒരു 15 വർഷം മുമ്പ് റംബൂട്ടാൻ കൃഷിയിലേക്ക് ഇറങ്ങിയതാണ്. ഇപ്പോൾ വലിയ കുഴപ്പമില്ലാതെ പോകുന്നു. കാലാവസ്ഥ വളരെ 2 വർഷമായിട്ട് മോശമാണ്. എങ്കിലും നമ്മൾ പ്രൂണിങ്ങിലൊക്കെ ശ്രദ്ധിക്കുന്നതുകൊണ്ട് ഇച്ചിരി മാറ്റം വരുന്നുണ്ട്. പിന്നെ സമതല പ്രദേശങ്ങളിലെ റംബൂട്ടാൻ്റെ സീസൺ കഴിഞ്ഞ് നമുക്കിവിടെ ഹൈ റേഞ്ച് കിട്ടുന്നതുകൊണ്ട് കായ്ക്ക് ക്വാളിറ്റിയും വിലയും കൂടുതൽ കിട്ടുന്നുണ്ട്. അങ്ങനെയൊരു മെച്ചം നമുക്ക് ഹൈ റേഞ്ചിലുണ്ട്. ഇതിൻ്റെ പ്രൂണിങ്ങിലാണ്, റംബൂട്ടാൻ കട്ട് ചെയ്ത് തളുപ്പ് ഉണ്ടാക്കുന്നതിലാണ് റംബൂട്ടാൻ കൃഷിയുടെ ഏറ്റവും മെച്ചമായ കാര്യം. പിന്നെ അമിതമായിട്ട് രാസവളങ്ങളും മറ്റൊക്കെ ചെയ്യുമ്പോൾ ചെടി മുരടിച്ച് പോകും. അങ്ങനെ ചിലയിടത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. 200 രൂപ ആവറേജ് ഇന്ന് കൊണ്ടുപോകുന്ന 200 രൂപ വിലയ്ക്കാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ എന്തോരം കായുണ്ടെങ്കിലും നമുക്ക് വിൽക്കാൻ പറ്റും. അപ്പം കൃഷി മെച്ചമാണ്. കാലാവസ്ഥ നല്ലതാണെങ്കിൽ നമുക്ക് മെച്ചമായിട്ടാണ് കാണുന്നത്. തെള്ളിത്തോട്ടിലെ മലമുകളിലാണ് ഷിബുവിന്റെ റംബൂട്ടാൻ കൃഷി. കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും കച്ചവടക്കാർ നേരിട്ടെത്തി ഷിബുവിൽ നിന്നും റംബൂട്ടാൻ വാങ്ങുന്നുണ്ട്. കിലോഗ്രാമിന് 200 രൂപയാണ് വില. NIT ഇനത്തിലുള്ള ചുവപ്പ് മഞ്ഞ പഴങ്ങൾ ഉണ്ടാകുന്ന റംബൂട്ടാനാണ് ഷിബു കൃഷി ചെയ്തത്. കാർഷിക രംഗത്ത് പഴവർഗ്ഗ കൃഷിക്ക് പ്രാധാന്യമുണ്ടെന്നും ശരിയായ പരിപാലനത്തിലൂടെ ഹൈറേഞ്ചിൽ പഴവർഗ്ഗ കൃഷി വിജയിപ്പിക്കാമെന്നും തെളിയിക്കുകയാണ് ഈ കർഷകൻ. ദൃശ്യ ന്യൂസ്, ഇടുക്കി. ഉദ്ഘാടനം ചെയ്തിട്ടും വർഷങ്ങളായി പ്രവർത്തനം ആരംഭിക്കാതിരുന്ന എരുമേലി പഞ്ചായത്ത് വക ക്രിമറ്റോറിയം പ്രവർത്തിപ്പിക്കാൻ നടപടികൾ സ്വീകരിച്ചെന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VI അജി അറിയിച്ചു. കോസ്റ്റ് ഫോർഡ് ഏജൻസിയാണ് നിർമ്മാണം നടത്തിയത്. നിർമ്മാണം നടത്തിയ കോസ്റ്റ് ഫോർഡ് ഏജൻസിക്ക് ബാലൻസ് തുക കിട്ടാതിരുന്നത് മൂലം വീണ്ടും പ്രവർത്തനം നടത്തി ബോധ്യപ്പെടുത്താൻ തയ്യാറായിരുന്നില്ല. മുമ്പ് ട്രയൽ റൺ നടത്തി ബോധ്യപ്പെടുത്തിയപ്പോൾ പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ ആക്ഷേപങ്ങൾ ഉന്നയിച്ചില്ലെന്നും ഏജൻസി അറിയിച്ചിരുന്നു. നേർച്ചപ്പാറ വാർഡിൽ കമകിൻകുഴി ഭാഗത്ത് ജൈവമാലിന്യ സംസ്കരണ യൂണിറ്റിനോട് ചേർന്ന് 70 ലക്ഷം രൂപ ചെലവിട്ടാണ് ക്രിമറ്റോറിയം നിർമ്മിച്ചത്. 2020 ഒക്ടോബർ 15-നാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. 5 വർഷമായിട്ടും ക്രിമറ്റോറിയം പ്രവർത്തനം ആരംഭിക്കാത്തത് സംബന്ധിച്ച് ദൃശ്യ ന്യൂസ് വാർത്ത പുറത്തുവിട്ടിരുന്നു. ഇതേ തുടർന്ന് വിഷയം പ്രത്യേകമായി അജണ്ടയിൽ ഉൾപ്പെടുത്തി പഞ്ചായത്ത് കമ്മിറ്റിയിൽ ചർച്ച ചെയ്തെന്ന് വൈസ് പ്രസിഡന്റ് പറഞ്ഞു. വാർത്തയെ തുടർന്ന് ഏജൻസിയോട് പഞ്ചായത്ത് കമ്മിറ്റി വിശദീകരണം തേടി. 2023 മാർച്ച് 23-ലാണ് ട്രയൽ റൺ നടത്തിയതെന്ന് ഏജൻസി അറിയിച്ചു. അന്നത്തെ പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയറുടെ മേൽനോട്ടത്തിലായിരുന്നു ട്രയൽ റൺ. യാതൊരുവിധ ആക്ഷേപങ്ങളും ട്രയൽ റണ്ണിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഉന്നയിക്കാത്തതിനെ തുടർന്ന് ഏജൻസിക്ക് 15 ലക്ഷം രൂപ ഫണ്ടിൽ നിന്നും നൽകിയിരുന്നു. ബാക്കി തുകയായ 5 ലക്ഷം രൂപ തുടർന്ന് നൽകുമെന്നാണ് അന്ന് പഞ്ചായത്ത് അറിയിച്ചിരുന്നതെന്ന് ഏജൻസി അധികൃതർ പറഞ്ഞു. ഇത് സംബന്ധിച്ച രേഖകൾ കഴിഞ്ഞയിടെ ചേർന്ന പഞ്ചായത്ത് കമ്മിറ്റി പരിശോധിച്ചതിനെ തുടർന്നാണ് ബാക്കി നൽകാനുള്ള തുകയിൽ 3 ലക്ഷം രൂപ നിലനിർത്തിക്കൊണ്ട് ഇപ്പോൾ 2 ലക്ഷം നൽകാനും പ്രവർത്തനം ആരംഭിച്ച് ബോധ്യപ്പെടുത്തുന്നതോടെ ബാക്കി തുക നൽകാനും തീരുമാനമായിരിക്കുന്നത്. ക്രിമറ്റോറിയം കെട്ടിടവും നശിച്ചു പോകാതെ എത്രയും പെട്ടെന്ന് പ്രവർത്തിപ്പിക്കണമെന്ന് പഞ്ചായത്ത് കമ്മിറ്റി നിർദ്ദേശം നൽകി. ന്യൂസ് ബ്യൂറോ, എരുമേലി. ലൈഫ് പദ്ധതിയിൽ 5.25 ലക്ഷം വീടുകൾ പൂർത്തീകരിക്കുമെന്ന് മന്ത്രി MP രാജേഷ്. കല്ലറ ഗ്രാമപഞ്ചായത്തിൽ ലൈഫ് ഭവന പദ്ധതിയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ 103 വീടുകളുടെ താക്കോൽ സമർപ്പണം നടത്തുകയായിരുന്നു അദ്ദേഹം. സമൂഹത്തിന് ഹരിതകർമ്മസേനയോടുള്ള മനോഭാവത്തിൽ വലിയ മാറ്റമുണ്ടായത് സർക്കാർ കൂടെ നിന്നതുകൊണ്ടാണെന്ന് മന്ത്രി പറഞ്ഞു. 13 വാർഡുകളിൽ നിന്നുള്ള ഗുണഭോക്താക്കളുടെ പ്രതിനിധികളായ 13 പേർക്ക് മന്ത്രി താക്കോൽ കൈമാറി. ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ CK ആശ MLA അധ്യക്ഷത വഹിച്ചു. കല്ലറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോണി തോട്ടുങ്കൽ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോസ് പുത്തൻകാല, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അമ്പിളി മനോജ് തുടങ്ങിയവർ പങ്കെടുത്തു. 198 പേരാണ് ലൈഫ് പദ്ധതിയിൽ 2017-ലും 20-ലുമായിട്ടുള്ള ലൈഫ് ലിസ്റ്റിൽ ഈ പഞ്ചായത്തിൽ നിന്ന് ഉൾപ്പെട്ടത് എന്നാണ് എന്നോട് പ്രസിഡന്റും സെക്രട്ടറിയും എല്ലാം പറഞ്ഞത്. അതിൽ 103 പേരുടെ വീടിൻ്റെ പണി പൂർത്തിയായി. ബാക്കി 95 പേരിൽ 55 പേർക്ക് ഭൂമി ലഭ്യമായിട്ടില്ല. 40 പേർക്ക് പല കാരണങ്ങൾ കൊണ്ട്, തരം മാറ്റം അങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ട് വീട് കൊടുക്കാനുമായിട്ടില്ല. ഇതാണ് ലൈഫിൻ്റെ ഒരു പുരോഗതി ഇവിടെ പറഞ്ഞത്. 103 പേർക്ക് വീട് വെച്ചു കൊടുത്തു എന്ന് പറഞ്ഞാൽ ഈ പഞ്ചായത്തിൽ മാത്രം ലൈഫ് ഭവന പദ്ധതിയിൽ
4,12,00,000 രൂപ ചെലവഴിച്ചു എന്നാണ് അർത്ഥം. ഗവൺമെന്റ് PMAY ഗ്രാമീൺ പദ്ധതിയിൽ ഒരു വീട് വയ്ക്കാൻ കൊടുക്കുന്ന തുക എത്രയെന്നറിയാമോ? എത്രയാ? 72,000. 4 ലക്ഷം വീതം കൊടുക്കുന്നത്. എത്ര പേർക്ക് കൊടുത്തു എന്നറിയോ? 5,97,000 പേർക്ക്. അവരിൽ എല്ലാവർക്കും 4 ലക്ഷം ഗഡുവായിട്ടല്ലേ കൊടുക്കുക. കെ സ്മാർട്ട് വഴി സംസ്ഥാനത്ത് ഇതുവരെ 2 ലക്ഷം കെട്ടിട നിർമ്മാണ പെർമിറ്റുകൾ നൽകിയെന്ന് മന്ത്രി MP രാജേഷ്. കടുത്തുരുത്തി ബ്ലോക്ക് പഞ്ചായത്തിന്റെ പുതിയ ആസ്ഥാന മന്ദിരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ബ്ലോക്ക് പഞ്ചായത്ത് അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് MLA അധ്യക്ഷത വഹിച്ചു. CK ആശ MLA മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജോൺസൺ കുട്ടുകാപ്പള്ളി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ NP സ്മിത, ശ്രീകല ദിലീപ്, TK വാസുദേവൻ നായർ, ഷിജി വിൻസെന്റ്, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോസ് പുത്തൻകാല തുടങ്ങിയവർ പങ്കെടുത്തു. പൊടികെട്ടിയ IT കമ്പനികൾ ശ്രമിച്ച് പരാജയപ്പെട്ടത് സംസ്ഥാന സർക്കാരിന്റെ സ്ഥാപനമായ IKM വിജയിപ്പിച്ചു. ഓരോ 15 ദിവസവും മന്ത്രിയുടെ റിവ്യൂവിൽ 15 ദിവസം ടാർഗറ്റ് നിശ്ചയിക്കും. പരിപാലിക്കട്ടെ, ഇവിടെ ജോലി ചെയ്യുന്നവരെയും കടന്നു വരുന്നവരെയും എല്ലാം സംരക്ഷിക്കട്ടെ എന്ന പ്രാർത്ഥനയാണ്. ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഇത്തരം കാര്യങ്ങളിലെല്ലാം നല്ല നിലയിലുള്ള ജാഗ്രതയും ശ്രദ്ധയും തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ട് എന്ന് MLA എന്ന നിലയിൽ. പ്രൈം ന്യൂസ് പൂർണ്ണമാവുന്നു. നമസ്കാരം.